നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാണിജ്യ സിലിണ്ടറിനും മിൽമ പാലിനും വില വർദ്ധിച്ചതോടെ ഹോട്ടൽ, കാറ്ററിംഗ്, ബേക്കറി മേഖലകൾ പ്രതിസന്ധിയിൽ. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് കച്ചവടക്കാർ. തൃശൂർ പോട്ട വാഴക്കുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ഉമിത്, ഭാര്യ രാധ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ വനിതാ PG ഡോക്ടർക്ക് പാമ്പുകടിയേറ്റു. കുട്ടികളുടെ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന PG വിദ്യാർത്ഥി ശ്രേയയ്ക്കാണ് പാമ്പുകടിയേറ്റത്. വാർത്തകൾ വിശദമായി. വാണിജ്യ സിലിണ്ടറിനും മിൽമ പാലിനും വില വർദ്ധിച്ചതോടെ ഹോട്ടൽ, കാറ്ററിംഗ്, ബേക്കറി മേഖലകൾ പ്രതിസന്ധിയിൽ. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് മേഖലയിലെ കടയുടമകൾ പറയുന്നു. വാണിജ്യവാതക സിലിണ്ടറിനും മിൽമയ്ക്കും വില വർദ്ധിച്ചതോടെയാണ് ഹോട്ടൽ, കാറ്ററിംഗ് മേഖല പ്രതിസന്ധിയിലായിരിക്കുന്നത്. പാചകവാത സിലിണ്ടറിന് ജൂൺ 1 46 രൂപയാണ്. ജനുവരി മാസം മുതൽ ജൂൺ 1 വരെയായി 7 തവണകളിലാണിപ്പോൾ പാചകവാതക സിലിണ്ടറിന് മാത്രം വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതുതന്നെ വല്ലാത്ത തിരിച്ചടിയായിരിക്കുമ്പോഴാണ് ഇപ്പോൾ മിൽമ പാലിനും വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സിലിണ്ടറിന്റെ വില വർധനവിന് കടയുടമകൾക്ക് താങ്ങാനാവുന്നില്ല. ഇതിന് പുറമെയാണ് കേരളത്തിൽ മിൽമ പാലിനും വില വർദ്ധിച്ചതോടെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയത്. 4 രൂപയാണ് ഒരു പാക്കറ്റിന് വില വർദ്ധിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രതിസന്ധിയിലാണെന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും കടയുടമകൾ പറയുന്നു. ജീവിതം വഴിമുട്ടുന്നൊരവസ്ഥ. പാചകം ചെയ്യാൻ ഗ്യാസിനാണെച്ചാൽ അന്യായ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിൽ പാല് വർദ്ധിച്ചു. ഞങ്ങളുടെ മേഖലയാകെ തകർന്ന് തരിപ്പണമാവും. ഞങ്ങൾക്കാണെച്ചാൽ വില കൂട്ടുക പറഞ്ഞ് എത്ര കണ്ട് കൂട്ടാൻ കഴിയും? നിസ്സാരക്കാരായ ജനങ്ങളിൽ വലയ്ക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ സർക്കാരായാലും ആരായാലും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. സാധനങ്ങൾക്ക് എത്രമാത്രം വില വർദ്ധിപ്പിക്കുമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കടയുടമകൾ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ പോട്ട വാഴക്കുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാഴക്കുന്ന് സ്വദേശി സിജോ എന്ന ആളുടെ വീട്ടിലെ ജോലിക്കാരായ വെസ്റ്റ് ബംഗാൾ സ്വദേശി 34 വയസ്സുള്ള ഉമിത്, ഭാര്യ രാധ എന്നിവരാണ് മരിച്ചത്. വീട്ടുടമസ്ഥൻ സിജോ സിംഗപ്പൂരിലാണ്. 4 മാസം മുൻപാണ് ഇരുവരും ജോലിക്കായി ഇവിടെ എത്തിയത്. വീടിനോട് ചേർന്നുള്ള ഔട്ട് ഹൗസിൽ കിടക്കയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഔട്ട് ഹൗസിൻ്റെ വാതിൽ അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. മൃതദേഹങ്ങൾക്ക് 2 ദിവസത്തെ പഴക്കമുണ്ട്. ഇരുവരും തമ്മിൽ ഇടയ്ക്കിടെ വഴക്കുണ്ടാകാറുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നു. രാധയുടെ കഴുത്തിൽ ഷാളിട്ട് മുറുക്കിയതിൻ്റെ ലക്ഷണങ്ങളുണ്ട്. രാധയെ കൊലപ്പെടുത്തിയ ശേഷം ഉമിത് ആത്മഹത്യ ചെയ്താകാമെന്നാണ് പ്രാഥമിക നിഗമനം. 2 ദിവസങ്ങളായി ഇരുവരെയും പുറത്തു കാണാത്തതിനെ തുടർന്ന് വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. ചാലക്കുടി SHO എത്തി ഔട്ട് ഹൗസിൻ്റെ വാതിൽ പൊളിച്ചു അകത്ത് കടന്നു നോക്കിയപ്പോഴാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ഇവരുടെ കൃത്യമായ മരണകാരണം കണ്ടെത്താനാകൂ എന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വനിതാ PG ഡോക്ടർക്ക് പാമ്പുകടിയേറ്റു. കുട്ടികളുടെ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന PG വിദ്യാർത്ഥിനി കൂടിയായ 24 വയസ്സുള്ള ശ്രേയയ്ക്കാണ് പാമ്പുകടിയേറ്റത്. ഏതിനത്തിൽപ്പെട്ട പാമ്പാണ് എന്നത് സ്ഥിരീകരിച്ചിട്ടില്ല. 24 മണിക്കൂറിന് ശേഷമേ കൂടുതൽ കാര്യങ്ങൾ ബോധ്യമാകുകയുള്ളൂ. ഓരോ മണിക്കൂറിലും പരിശോധന നടത്തി വരികയാണ്. ആശുപത്രി അത്യാഹിത വിഭാഗത്തിലെ നിരീക്ഷണ മുറിയിലാണ് ഇവർ കഴിയുന്നത്. രാവിലെ കാർ പാർക്കിങ്ങിൽ വെച്ചാണ് പാമ്പുകടിയേറ്റത്. ഇവരുടെ കാർ പാർക്ക് ചെയ്തതിനു ശേഷം ആശുപത്രിയിലേക്ക് നടന്നു വരുമ്പോഴാണ് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നും ഇഴഞ്ഞു വന്നിരുന്ന പാമ്പ് ഡോക്ടറെ കടിച്ചത്. എന്നാൽ മുറിപ്പാടുകളൊന്നും തന്നെ ആദ്യം തന്നെ കാണാതെ പ്രതിസന്ധി ഉണ്ടാക്കിയെങ്കിലും വിശദമായ പരിശോധനയ്ക്ക് ഡോക്ടറെ വിധേയമാക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് ആശുപത്രി ജീവനക്കാർ സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താൻ സാധിച്ചില്ല. അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ പരുത്തിപ്ര ഗവൺമെന്റ് UP സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. മുഴുവൻ കുട്ടികളെയും മധുരം നൽകിയാണ് സ്വീകരിച്ചത്. ഷൊർണൂർ നഗരസഭ വാർഡ് കൗൺസിലർ പുഷ്പലത ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രഞ്ജിത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ഉഷ സ്വാഗതം പറഞ്ഞു. മുൻ വാർഡ് കൗൺസിലർ ഷൊർണൂർ വിജയൻ, വൈഷ്ണവം ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ CM നീലകണ്ഠൻ, ഗ്യാങ് ഓഫ് പരുത്തിപ്ര പ്രതിനിധി അധ്യാപകൻ ഷെരീഫ്, സീനിയർ ടീച്ചർ സോളി, സീനിയർ അധ്യാപിക സോളി ത്രേസ്യാമ്മ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുള്ള വൈഷ്ണവം ട്രസ്റ്റിൻ്റെ അവാർഡ് സനൂജ, ഋജുൻ S ശങ്കർ എന്നിവർ ഏറ്റുവാങ്ങി. തുടർന്ന് CM കിഡ്സ് സ്കോളർഷിപ്പ് LP വിജയികളായ ഷാരോൺ, ഐഷാത്തൂർ, സൊൽഹ എന്നീ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഗ്യാങ് ഓഫ് പരുത്തിപ്ര വിദ്യാലയത്തിലെ കുട്ടികൾക്ക് വൃക്ഷത്തൈകളും പഠനോപകരണങ്ങളും ചടങ്ങിൽ നൽകി.
തുടർന്ന് കലാമണ്ഡലം അമൃത വിനോദ് അവതരിപ്പിച്ച ശീതങ്കൻ തുള്ളൽ കുട്ടികളിൽ വിനോദവും വിജ്ഞാനവും പകർന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മുള്ളൂർക്കര പഞ്ചായത്ത് തല പ്രവേശനോത്സവം ആറ്റൂർ ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മുള്ളൂർക്കര ASM LS UP സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക സ്വാഗതം പറഞ്ഞു. മോജു മോഹൻ അധ്യക്ഷനായി. നവാഗതർക്ക് സ്വീകരണം, വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം, മധുരപലഹാര വിതരണം എന്നിവ ഉണ്ടായി. ചെറുതുരുത്തി സിവിൽ പോലീസ് ഓഫീസർ സൈബർ സുരക്ഷ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് പ്രതിനിധികൾ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 4 കാലുള്ള ഒരു കോഴി ഷൊർണൂരിലെത്തിയത് ജനങ്ങളിൽ കൗതുകമുണർത്തി. മണ്ണാർക്കാട് ഫാമിൽ നിന്നും ചൊവ്വാഴ്ച പുലർച്ചെ വിൽപ്പനയ്ക്കായി ഷൊർണൂർ മാർക്കറ്റിലെ ജാസ് ചിക്കൻ കടയിൽ എത്തിച്ച ലോഡ് ഇറക്കുന്നതിനിടെയാണ് 4 കാലുള്ള അത്ഭുത കോഴിയെ കണ്ടെത്തിയത്. 20 വർഷത്തോളമായി ഷൊർണൂരിലെ ഈ കോഴിക്കട ദിനംപ്രതി തമിഴ്നാട്ടിൽ നിന്ന് 2 ലോഡും മണ്ണാർക്കാടിൽ നിന്ന് 1 ലോഡുമായി ബോയിലർ ഇനത്തിൽപ്പെട്ട ഇറച്ചിക്കോഴികളെ ജാസിമിന്റെ കോഴിക്കടയിൽ എത്തിക്കാറുണ്ട്. എന്നാൽ 20 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു അനുഭവമെന്ന് ജാസിം പറഞ്ഞു. സാധാരണഗതിയിൽ 4 കാലുള്ള കോഴി വർഗ്ഗങ്ങളില്ല. ജനിതക വ്യതിയാനം അല്ലെങ്കിൽ ഭ്രൂണാവസ്ഥയിലുണ്ടാകുന്ന ചില വൈകല്യങ്ങൾ കാരണം അപൂർവമായി 4 കാലുകളുമായി കോഴിക്കുഞ്ഞുങ്ങൾ ജനിക്കാറുണ്ട്. സാധാരണയായി ഉണ്ടാകേണ്ടതിലും കൂടുതൽ അവയവങ്ങൾ വളരുന്ന ഒരു ജനിതക വൈകല്യമാണിത്. കോഴികളിൽ മാത്രമല്ല മറ്റ് മൃഗങ്ങളിലും ഇത് കാണപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള കോഴികൾക്ക് സാധാരണ കാലുകളുടെ അടുത്തായിട്ടായിരിക്കും മറ്റ് 2 കാലുകൾ കൂടി വളരുക. മിക്കപ്പോഴും ഈ അധികമായി വരുന്ന കാലുകൾക്ക് പൂർണ്ണ വളർച്ചയോ ചലനശേഷിയോ ഉണ്ടാകാറില്ല. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ പഴയ ഗേറ്റ് റെസിഡൻഷ്യൽ അസോസിയേഷന്റെ പ്രഥമ ജനറൽ ബോഡി യോഗം നടന്നു. ഷൊർണൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കൗൺസിലർ രജിത ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. അസോസിയേഷൻ രൂപീകരണത്തോടനുബന്ധിച്ച് വിപുലമായ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. പോലീസിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾക്കായി ജനമൈത്രി സുരക്ഷാ ജാഗ്രത ക്ലാസ് നടത്തി. ചടങ്ങിൽ വെച്ച് പ്രദേശത്തെ മുതിർന്ന പൗരന്മാരെ ആദരിക്കുകയും 80 വയസ്സ് തികഞ്ഞ കല്യാണി അമ്മയുടെ ജന്മദിനം കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്തു. കൂടാതെ ഈ വർഷത്തെ SLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സോമൻ, വൈസ് പ്രസിഡന്റ് ശ്രീകുമാരി, സെക്രട്ടറി ബിന്ദു, ജോയിന്റ് സെക്രട്ടറി രാജേഷ്, ട്രഷറർ അജിത് കുമാർ എന്നിവരെയും കോർഡിനേറ്ററായി രാജേഷ് പോളിനെയും തിരഞ്ഞെടുത്തു. അഷ്കർ അലി, പ്രസന്ന ടീച്ചർ, അശോകൻ, മണികണ്ഠൻ, താഹിർ അബ്ബാസ്, രത്നകുമാരി, സൽമ ഇസ്മയിൽ, ഖാലിദ് എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ. മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല, കൗൺസിലർ രജിത എന്നിവർ അസോസിയേഷന്റെ രക്ഷാധികാരികളായിരിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാണിജ്യ സിലിണ്ടറിനും മിൽമ പാലിനും വില വർദ്ധിച്ചതോടെ ഹോട്ടൽ, കാറ്ററിംഗ്, ബേക്കറി മേഖലകൾ പ്രതിസന്ധിയിൽ. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് കച്ചവടക്കാർ. തൃശൂർ പോട്ട വാഴക്കുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ഉമിത്, ഭാര്യ രാധ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ വനിതാ PG ഡോക്ടർക്ക് പാമ്പുകടിയേറ്റു. കുട്ടികളുടെ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന PG വിദ്യാർത്ഥി ശ്രേയയ്ക്കാണ് പാമ്പുകടിയേറ്റത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.